ഫ്രിഡ്ജ് ഫിറ്റ് ചെയ്യണമെന്ന് 100 തവണ അച്ഛൻ്റെ അടുത്ത്. കൊള്ളാലോ. എന്ത് കൊള്ളാം? ആ പെണ്ണ് ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. എന്റെ ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ആയിരിക്കുന്നതാണ്. ഫാൻ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. പോയി അന്വേഷിച്ചിട്ട് വാ. ചിലപ്പോ എന്റെ ഫാൻ ആയിരിക്കും. അവനാവുമ്പോ ഏത് ലെവലിലോട്ടും താഴാൻ പറ്റും. നമുക്കത് പറ്റുമോ? ശരിയാ. 10 to 11 ആണ് ടൈം. അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ വരിക. ഫാദർ പൊയ്ക്കോളാൻ പറഞ്ഞു. പറഞ്ഞില്ല. അപ്പോഴേ കുട്ടി, അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കൊരങ്ങ ഇവിടെ വേടാ. എന്താടോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി? ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ചു വന്നതാ. അല്ല, ഈ ഗൾഫിലൊക്കെ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അച്ചോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ആകപ്പാടൊരു വിഷമം. ആ കാര്യം ഓർക്കുമ്പോ എനിക്കുണ്ട് ഒരു വിഷമം. ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തെറിക്കാൻ. തന്നെ എന്തിനാടോ വീണ് കെട്ടിയെടുത്തേ? അല്ല, ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാമെന്ന് വിചാരിച്ചു വന്നതാ. അതിനിത് പത്രാഫീസല്ല. ശരി അച്ചോ. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ലച്ചോ. തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ. അയ്യോ, സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണ്. ഒരു മാതിരി കഴുത കരയുന്ന മാതിരി. അളിയ എല്ലാ ഡീറ്റെയിൽസും കിട്ടി. സന്ധ്യ ചെറിയാൻ, വസന്തം, 12/900 ബീച്ച് റോഡ്, ഫോർട്ട് കൊച്ചിൻ. ഫോൺ നമ്പർ 24007. 007. ഇതെന്താടാ ജെയിംസ് ബോണ്ടിന്റെ നമ്പറോ? നമ്പർ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട്. ശരിയാ, നല്ല തല്ലിപ്പൊളിയുള്ള മകളായിരിക്കും. നീ അഡ്രസ് ഫോൺ നമ്പർ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഫോണൊന്നും ചെയ്ത് വെറുതെ നാറരുത്. വസന്തമാണ് അളിയ. സന്ധ്യക്കെന്തിനു സിന്ദൂരം. ഇതെവിടെയാടാ ഫോൺ ചെയ്യാൻ പോണത്? നമുക്ക് ആ പനമ്പിളി നഗറിൽ ഒരു വികലാംഗന ഇരിക്കുന്ന ബൂത്തില്ലേ, അവിടെ പോവാം. വേണോടാ? വേണം. എന്താണ്? ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ, സന്ധ്യല്ലേ? അതെ, ആരാ? മായ. മായയോ? ആ, മായ അർമേനോൻ. പ്രീഡിക്കയ്ക്ക് നമ്മൾ ഒന്നിച്ചു പഠിച്ചതാ. ഞാൻ ഓർക്കുന്നില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടാവില്ല. എന്റെ ഐസ്ക്രീം നീ കൊറേ തിന്നിട്ടുണ്ട്. ചേടാ, ഇപ്പോഴും ഓർക്കുന്നില്ലേ? എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ മറന്നാലോ? നിന്റെ AC ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചേർന്ന് ഉറങ്ങിയിട്ടുണ്ട്. സോറി, കുട്ടിക്ക് ആള് തെറ്റിയതാ. ആ സന്ധ്യ ഞാനല്ല. ഓ, ആ സന്ധ്യ തന്നെയാണ് ഈ സന്ധ്യ. സോറി, സൗണ്ട് മാറിപ്പോയതാ. നിങ്ങൾ ആരാ? ഐ എം സദ്ദാം ഹുസൈൻ. യു സ്റ്റുപ്പിഡ്. എന്താണ് ചമ്മൽ തരം മാറിയില്ലേ? പോളാർന്ന്. ആദ്യം ഒന്നും അവൾക്ക് ഒരു സംശയം തോന്നിയില്ല. ആ സൗണ്ട് മാറിപ്പോയതാണ് കുഴപ്പമായത്. നീ പിന്നെ എന്ത് വലിയവരാണ് ചെയ്യും? ആ സ്റ്റുപ്പിഡ് കേട്ടപ്പോ ഫോൺ വരെ തെറിച്ചു പോയി. ഇനി ഫോൺ ചെയ്യാനോട്ട് ചെല്ല്. ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ, ഉടനെ തന്നെ ഫോൺ ചെയ്യാൻ നടക്കുന്നു. എടാ, നീയൊക്കെ ഒരുമാതിരി തേർഡ് റേറ്റ് പാർട്ടി പോലെ ഇങ്ങനെ പെരുമാറിയാലോ? ആ, സന്ധ്യയുടെ കാര്യത്തിൽ ഞാൻ ഒരു അല്പം തേർഡ് റേറ്റ് തന്നെ. നീ ഫസ്റ്റ് റേറ്റ് ആയിട്ട് നടന്നോ. ഓ, നല്ലൊരു പെണ്ണിനെ കണ്ട അതിനെ വേറെ ആരും നോക്കുന്നത് ജിമ്മിക്ക് ഇഷ്ടമല്ല. അല്ല, ഉണ്ണി അവിടെ പോയി? അവന്റെ പെങ്ങൾക്കൊരു കല്യാണക്കാര്യം വന്നിട്ടുണ്ട്. ചെറുക്കനെ കാണാൻ പോയതായിരിക്കും. അപ്പോഴേ ഇവിടെ എങ്ങനെ ഇരുന്നാ മതിയോ? ഇന്ന് റിഹേഴ്സൽ വെച്ചിരിക്കുക. ആ മമ്മൂട്ടി ഇവിടെ കാത്തിരിക്കും. പിന്നൊരു കാര്യം, വേറെ 1-2 മിമിക്സ് ട്രൂപ്പ് കൂടി ഇറങ്ങിയിട്ടുണ്ട്. പുതിയ എന്തെങ്കിലും നമ്പർ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം. ഹലോ സന്ധ്യ, എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനല്ലേ ഇപ്പൊ ഈ സ്റ്റെയർ ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. ഓ, തമാശ. അല്ല, കോമഡി അല്ല, സീരിയസാ. ഐ എം സാബു. അറിയണമെന്നില്ല.
ഗുഡ് മോർണിംഗ് ടീച്ചർ. മോർണിംഗ്, വരൂ. പത്മ സുബ്രഹ്മണ്യം ആവാനുള്ള ശ്രമമായിരിക്കും. എന്ത് വേണോ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ വാച്ച്മാൻമാരെ പോലെ ഇവിടെ നിൽക്കുന്ന പരമ പോറാ. ചിലപ്പോ അച്ഛൻ വരും. അയ്യോ അച്ഛൻ അച്ഛൻ. ഗുഡ് മോർണിംഗ് അല്ല, ഫാദർ. എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ഡാൻസ് നോക്കി പഠിക്കായിരിക്കും. അത് പിന്നെ അതെ, ഈ ഡാൻസ് ചെയ്യുന്ന ആ പുതിയ കുട്ടിയെ അറിയോ? ഒന്ന് പരിചയപ്പെടണമായിരുന്നു. ഏ? അയ്യോ എനിക്കല്ല എവനാ. അയ്യോ അല്ല പിന്നെ അതെ നമ്മുടെ സ്വന്തം ആളാ. ഞാൻ ഇന്നലെ പരിചയപ്പെട്ടു. സാബുവിന്റെ കസിന. അയ്യോ എവന്റെ ആരുമല്ല. ആ പെണ്ണിനെ ഇന്നലെ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ ഇവന്റെ ഇളക്കം. ഇല്ലടാ. ഇപ്പൊ മനസ്സിലായി. സന്ധ്യയുടെ കാര്യത്തിൽ എന്റെ സഹായം വേണം. അത്രയല്ലേ ഉള്ളൂ. പ്ലീസ്. ഞാൻ ഏറ്റു. അപ്പോഴേ സിനിമ കാണാൻ പോണ്ട, നമുക്ക് സർക്കസ് കാണാൻ പോക്കൂടെ? എന്താ? ഗുഡ് മോർണിംഗ് ഫാദർ. എനിക്കിട്ട് പായ. പിന്നെ എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ കൂടി നിന്ന് അവസാനം അച്ഛൻ വന്ന് വഴക്ക് പറയും. നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോയി. ഞങ്ങളകത്തേക്ക് പോയിട്ട് സാറ് മാത്രം ഇവിടെ നിന്നോളാം. അത് കൊള്ളാം. അവൻ ലൈൻ അടിക്കണേ അടിച്ചോട്ടടാ. അപ്പൊ വിവരമുള്ളവരുണ്ട് ഈ കൂട്ടത്തിലല്ലേ? എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എന്താ സന്ധ്യ, കാർ വന്നില്ലേ? അല്ലേലും ഡ്രൈവേഴ്സ് ഒക്കെ ഇങ്ങനെ ഒറ്റെണ്ണം സമയത്ത് വരില്ല. റാസ്കൽസ്. മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ ഡ്രൈവറുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കണ്ട. ഹു ആർ യു? താൻ ആരാ? അയ്യോ ഞാനൊരു കോമൺ ഫാക്ടർ പറഞ്ഞല്ലേ ഉള്ളൂ. രാവിലെ വന്നപ്പോഴുള്ള തന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനും ഷൈനിങ്ങും തന്നെ പോലുള്ള വായി നോക്കിയാൽ ഞാനും കുറച്ച് കണ്ടിട്ടുള്ളതാ. അയ്യോ അങ്ങനെയൊന്നുമില്ല. ഞാൻ അതല്ല കൊളായി. എന്തിനാണ് പെൺപിള്ളേരെ വായിരിക്കുന്നത് കേൾക്കുന്നത്? വയറ് നിറച്ച് കിട്ടിയില്ലേ? അല്ല അവളിത്ര ചൂടാവാൻ എന്തിരിക്കുന്നു? അവളാരെ ഭൂലോക രമ്പയോ? പോവാൻ പറടാ. സോറി, എക്സ്ട്രീംലി സോറി. അവന് വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു. അവനല്ലല്ലോ അങ്ങനെ. കാണാൻ കൊള്ളാവുന്ന ഏത് പെൺകുട്ടികളെ കണ്ടാലും കയറി മുട്ടും. പക്ഷേ കുട്ടികളുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. ഐ അപ്രീഷിയേറ്റ് യു. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങൾ എന്നോട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാവം ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. വണ്ടി വന്നില്ലല്ലേ? ഇല്ലെങ്കിലോ? അല്ല, വെറുതെ ടൈമായി. ഞാൻ പോയിട്ട് വരാം. ചിരിക്കല്ലേ. എന്താണാവോ കുറെ നേരം ആയല്ലോ രഹസ്യം പറഞ്ഞു തുടങ്ങിയിട്ട്? അതൊന്നും നീ അറിയണ്ട. പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നതിന് ചില സ്റ്റൈലുണ്ട്. ദ സ്റ്റൈൽ ഓഫ് അപ്രോച്ച്. ഞാൻ സംസാരിച്ചപ്പോ അവൾ കൂളായിട്ട് നിന്ന് കണ്ടില്ലേ? ശരിയാ, കൂളായിട്ട് നിന്നിരിക്കും. ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധികളുടെ അടുത്ത് വളരെ സിമ്പതി ആയിരിക്കും. ഇതെന്തൊരു തബല വായനയാണോ? താൻ കലാദർശനിലെ വലിയ തബലിസ്ഥാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ തബല വായിക്കുന്നത്? ഇത് തബലയാണോ അതോ മദ്ദളമാണോ? തബലയെ കുറിച്ച് തനിക്ക് എന്തറിയാം? താൻ എന്നെ പഠിപ്പിക്കാൻ വരെയാണോ? എടോ, ഞാൻ ഇവിടെ തബല പഠിപ്പിക്കാൻ വന്നയാളാ. അങ്ങനെ ഇവിടെ നിന്നതാണ് ട്രൂപ്പ് മാനേജ് ആയത്. എടോ, ഞാൻ പറയുന്ന ഒരു ബോൾസ് എനിക്ക് വായിക്കാനൊക്കെ കൂടൂ. വായിക്കാം. വായിക്കാന്ന് വായി നോക്കിയിരിക്കാ. ഇങ്ങോട്ട് മാറി. എടോ, അറിയാൻ പാടില്ല പറഞ്ഞാ പോരെ. ഞാൻ പറഞ്ഞു തരികയല്ലേ. അച്ഛനവണി പരിച്ചോ, പക്ഷെ എന്നെ പറ്റിക്കരുത്. ഇങ്ങോട്ട് മതി. ആ ഡമുക്കുണ്ടങ്കടി അടുപ്പിക്കാൻ കഴിഞ്ഞാൽ തബലിസ്റ്റാന്നും പറഞ്ഞ് നടക്കും ഇങ്ങനെ. ഇങ്ങോട്ട് നോക്കിയത്. എടാ വേണ്ട, ഞാൻ പറഞ്ഞ കേൾക്കണം. എനിക്ക് അവളെ വിളിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ കിടന്ന ഉറക്കം വരൂലെന്ന്. എടാ ഈ നേരത്ത് ഫോൺ ചെയ്ത് അവളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂടാ. അതിനെന്താ, ആദ്യം ആരാ ഫോൺ എടുക്കുന്നത് നോക്കാം. ഹലോ. സന്ധ്യമയങ്ങും നേരം ചന്ത പിരിയുന്ന നേരം ബന്ധുരേ
രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു. നിങ്ങൾ ആരാ? ഞാൻ യേശുദാസൊന്നുമല്ല, സാബു. എന്നെ അറിയില്ലേ? താൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടും ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത് എന്തുകൊണ്ടാണെന്നറിയോ? തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. യു ഷട്ട് അപ്പ് ബ്ലഡി മൗത്ത്. പ്രേമിക്കാൻ നടക്കണേ. ഇനി എന്നെ ശല്യം ചെയ്താലുണ്ടല്ലോ തന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റിക്കളെ. ചൂടാകാതടി പെണ്ണേ. നീ എന്നോട് അധികം കളിച്ചാ നിന്റെ ഇപ്പോഴത്തെ ഷേപ്പ് മാറും. ബ്ലഡി ഫൂൾ. നിങ്ങൾ എന്നോട് സമാധാനം പറയരുത്. നാണവും നന്ദിയും ഇല്ലാത്ത മനുഷ്യൻ. ഔദാര്യം കാണിച്ചതിന്റെ അവകാശം കാണിക്കാം. അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. എന്താ എന്തു പറ്റി? ദേ, അച്ഛൻ ഇതിനാണോ ഈ സ്ഥാപനം നടത്തുന്നത്? അത് എന്താ ഉണ്ടായേ? എന്തുണ്ടായെന്നോ? കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ. അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ഞാൻ എന്ത് കാണിച്ചെന്നാ പറയണേ? എന്ത് കാണിച്ചെന്നോ? എന്റെ മോള് ഇവിടെ പഠിക്കണ്ട. ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് പോകും. എന്താ 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 ഉണ്ടായത്? എന്തുണ്ടായെന്നോ? അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക്. എന്താ അച്ഛോ? ദേ, ഇത് തന്നെ. അയ്യോ, ഇതാണോ കാര്യം? അത് അച്ഛന് ഞരമ്പിന് അസുഖമായിട്ട് ചെറുപ്പത്തിലേ പറ്റിയൊരു തകരാറ്. അയ്യോ, ക്ഷമിക്കണം അച്ഛോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വാ അച്ഛോ, സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? താണ്ടമ്മ ഇങ്ങോട്ട് വരൂ. ഞാനൊരു കാര്യം പറഞ്ഞാ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ല അച്ഛോ. താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരുമോ? അയ്യോ,